സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ. നല്ല ബെസ്റ്റ് പോസ്റ്റ്. ഒരു ലൈൻ കൊടുത്ത് നോക്കിയാലോ? ദൈവമേ, എന്റെ ഫ്യൂസ് അടിച്ച് കളയല്ലേ. അല്ല, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? എന്ത് കംപ്ലൈന്റ്? ഫ്യൂസ് കംപ്ലൈന്റോ കണക്ഷൻ കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും? ഏയ്, ഒന്നുമില്ല. അന്ന് ഞാൻ മറ്റെന്തെങ്കിലും സഹായം ചെയ്യാം. ഓ, അതൊക്കെ ബുദ്ധിമുട്ടാവൂലേ? എന്ത് ബുദ്ധിമുട്ട്? ഞാനൊരു ലൈൻമാൻ ആണെങ്കിലും കുട്ടിക്ക് വേണ്ടി ഒരു പോസ്റ്റ്മാൻ ആവാനും ഒരു വാച്ച്മാൻ ആവാനും എനിക്ക് മടിയില്ല. അത്രയ്ക്ക് ജെന്റിൽമാൻ ആണ് ഞാൻ. ഈ നാട്ടിൽ ഏത് ലൈൻ പൊട്ടിപ്പോയാലും അത് കൂട്ടിക്കൊടുക്കുന്നത് ഈ ഞാനാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു ലൈൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. കുട്ടിക്ക് ലൈൻ വല്ലതും വേണോ? വേണമെങ്കിൽ ഇപ്പൊ വേണ്ട. ആവശ്യം വരുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ഞാൻ പറഞ്ഞോളാം. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതിന് കുട്ടി എന്തിനെ ഷോർട്ട് ആവുന്നത്? കുട്ടി സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞാൽ ഫേസും ന്യൂട്രും പോലെ. പുരുഷൻ ഫേസ്, സ്ത്രീ ന്യൂട്രൽ. അതാണ് പ്രകൃതി. ഇവിടെ ഞാൻ ഫേസും കുട്ടി ന്യൂട്രും. ഫേസും ന്യൂട്രും ചേർന്നാൽ ഒരു ബൾബ് കത്തും. ഇവിടെ നമ്മൾ രണ്ടുപേരും ചേർന്നാൽ നല്ലൊരു ജീവിതം ഉണ്ടാവും. കുട്ടി എന്ത് പറയുന്നു? ഞാൻ പറയാടാ. അല്ല, ന്യൂട്രൽ ഫേസ് ലൈൻ കൊടുക്കാൻ വേണ്ടി. അല്ല, ഫേസ് ന്യൂട്രൽ. നീ കുറെ നാളായിട്ട് ലൈൻ കൊടുക്കാൻ കാരണം കറങ്ങാണെന്ന് എനിക്കറിയാം. അടിച്ചേടെ ഒന്ന് ചവച്ചിറക്ക ചങ്ങാതി, അല്ലെങ്കിൽ ദഹിക്കാതെ കിടക്കും. ഇങ്ങനത്തെ അമ്പെണ്ണം ഒന്നിച്ച് പിരിഞ്ഞാൽ ഈ അയ്യപ്പന് ദഹിക്കും. നല്ല കപ്പാസിറ്റി ഉള്ള വിലയാ എന്റെ ഈ വയറിനകത്ത്. അളയും കാര്യം പറ. പാപി ചെല്ലുന്നടം പാതാളെന്ന് പറഞ്ഞല്ലേ ഈ കാര്യങ്ങള്. എന്തെങ്കിലും 4 ചക്രം കിട്ടുന്ന വിചാരിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നതാ. അപ്പോഴല്ലേ കാലം വന്ന് അമ്മായിപ്പനെ പൊക്കിക്കൊണ്ട് പോയത്. ഓട്ടട മുകുന്ത, ആ നക്കാപ്പിച്ച് കാശ് കിട്ടിയാ നമുക്ക് 4 ദിവസം മിനുങ്ങാൻ പറ്റില്ല. അയ്യപ്പനത് പറയരുത്. അയ്യപ്പനത് പറഞ്ഞാൽ അയ്യപ്പനാണ് സത്യം. അയ്യപ്പനെ ഞാൻ തല്ലും. അത് അയ്യപ്പൻ മനസ്സിലാക്കിക്കോ. എന്താ ഞാൻ പറഞ്ഞാലും വല്ല തെറ്റുണ്ടോ അയ്യപ്പ? നീ എന്റെ ചങ്ങാതിയാ. അപ്പൊ പിന്നെ എന്തും പറയാം, എന്തും ചെയ്യാം. അതിലെനിക്കൊരു സങ്കടം ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കുടിക്കും. അത് നമ്മൾ അധ്വാനിച്ചിട്ടാ. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശാ. അതിലാരെങ്കിലും എതിരെ നിന്നാലുണ്ടല്ല കൊല്ലും ഞാനവിടെ. അളിയെ ചതിക്കരുത്. ഇത് വീട്ടിലേക്ക് പിള്ളേർക്കുള്ള കുറച്ച് ബേക്കറി സാധനങ്ങളാണ്. എത്ര ഫിറ്റായാലും ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്റെ പിള്ളേരുടെ മോന്ത കാണുമ്പോൾ എനിക്ക് അറിയാണ്ട് സങ്കടം വരും. പോലീസുകാർ ശവത്തിന് കാവല് നിൽക്കണ പോലെ എന്റെ ഭാര്യയും മക്കളും എന്നെ കാത്തിരിപ്പുണ്ടാവും. നമുക്ക് പോകാൻ മോന്ത. ഞാൻ എങ്ങോട്ട് പോവാൻ? എന്റെ ഭാര്യ മക്കൾ അവിടെയാ. എന്നൊരു പണി, ഇന്ന് എന്റെ വീട്ടിൽ കിടക്കാം. വേണ്ട, ശരിയാവില്ല. മുകന്തം കുടിച്ചാ ഒന്നെങ്കിൽ എന്റെ കൂരെ കിടക്കും, അല്ലെങ്കിൽ ഞാൻ ഫുട്പാത്തിൽ കിടക്കും. ഏതായാലും വീണടം വിഷ്ണു ലോക. നിനക്ക് അങ്ങനെ ഇരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്റെ മക്കളെയും കണ്ട് എന്റെ സുന്ദരിയായ ഭാര്യയുടെ വായിലിരിക്കണ 4 ചീത്തയും കേട്ട് അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നാലേ എനിക്ക് തൃപ്തിയാവും. എന്നാ വീട്ടിൽ ചെന്ന് ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്നോ. ഗുഡ് നൈറ്റ്. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഇതൊക്കെ ഒന്ന് തീർക്കണേ. മുട്ട വേണ്ട. അങ്ങോട്ട് പോട്ടെ. അങ്ങനെയല്ല, പൂവുകൾ തോറും പാറി നടക്കും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റേ. പൂവുകൾ തോറും പാറി നടക്കും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റേ. പാട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ 1.5 വർഷം തൊണ്ടകീറൽ ഡിപ്ലോമോ. MS തൃപ്പൂണിത്തറല്ല. ഞാൻ യേശുദാസ് ഒരുമിച്ച് പാടിയിട്ടുണ്ട്. എവിടെ വെച്ച്? യേശുദാസ് റേഡിയോ പാടുമ്പോ ഞാനും കൂടെ പാടും. മര്യാദയ്ക്ക് പഠിക്കണേ. 12 1 12 12 2 24 12 3 36 12 4 48. നീ എന്തേ പറയണേ? അതെ, എന്തേ? കോഴി വരട്ടണോ കറി വെക്കണോ? നിനക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചോ, പക്ഷെ എനിക്ക് എന്റെ മക്കൾക്ക് വായിൽ വെക്കാൻ പറ്റണം. തുടങ്ങാം. പൂവുകൾ തോറും പാറി നടക്കും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റേ. ഉറക്കം വരുന്നു. എന്നാ പോയി കിടന്നോ. ഉറങ്ങിയ കോഴിയെ തിന്നാൻ പറ്റില്ല. അച്ഛൻ പാടണ്ട. എന്റെ പാട്ട് കേട്ടിട്ട് ഉറക്കം വരണേ. മൂന്നാ എന്താ ഭാസ്കരേട്ടാ? ഞങ്ങളുടെ കുന്നിൽ കറണ്ടില്ല, ഒന്ന് നോക്കൂ. ആ ഏരിയ കുമാരന്റെ അല്ലേ? അയാളെ വിളിച്ചോ? 2 പ്രാവശ്യം വീട്ടിൽ പോയി, കണ്ടില്ല. കുട്ടികൾക്ക് പരീക്ഷയാ, ഒന്ന് സഹായിക്കണം. ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ഒന്ന് വിളിക്കായിരുന്നില്ലേ? അവിടെ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വരാം. ആ ബിന്ദു, ഞാൻ പോരാട്ടാ. നിങ്ങൾ എങ്ങോട്ടാ? ആ കുന്നില് കറണ്ടില്ലാന്ന്, ഞാനൊന്ന് നോക്കിട്ട് വരാം.
ആ അച്ഛാ ഞങ്ങൾ ഊണ് കഴിച്ചോട്ടെ? ഓ മക്കള് വേഗം പഠിച്ചുറങ്ങിക്കോട്ടോ. അച്ഛന് പോരെ. മോളെ മോളെ അഖിലേ, എന്താ ചുമ്മാ? ഒന്നിങ്ങ് വന്ന്. ഒച്ചപ്പാടും ബഹളൊന്നും ഉണ്ടാക്കരുത്. ചതിച്ചു മോളെ. മുകുന്ദൻ നമ്മളെ വിട്ടുപോയി. അതെ മോളെ, കുന്നുമ്മിൽ വെച്ച് ഷോക്ക് അടിച്ച് മരിച്ചു. കരയാതെ കുട്ടി, തൽക്കാലം അമ്മയെ വിവരം അറിയിക്കണ്ട. എന്തായാലും ആ കുടുംബം കഷ്ടത്തിലായി. അവന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പോസ്റ്റ് കയറാൻ? ഇനി നഷ്ടപരിഹാരം കിട്ടാൻ വൈകുമോ? ഇപ്പൊ കിട്ടിയത് തന്നെ. കേസിന്റെ പുറകെ നടക്കണം 5-6 കൊല്ലം. ഒരുവിധം രക്ഷപ്പെട്ടു വന്നതാ. ഇനിയിപ്പോ ബിന്ദുവും കുട്ടികളും അവളുടെ തലയിലായി. പാവം, ശാപം കിട്ടിയ പോലെയായി ആ പെൺകുട്ടിക്ക്. ആ രമേശൻ ശരിയായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അതും തലയെറിഞ്ഞ മട്ട. ഇതൊന്നും അറിയാതെ ശേഖരേട്ടൻ പോയി. ഒരുപക്ഷെ അവളെ ജാതകത്തിലുണ്ടായിരിക്കും ഈ ദുരിതങ്ങളൊക്കെ ഏറ്റ് നടക്കണമെന്ന്. ഇനിയിപ്പോ ഏട്ടനും കാത്തിരുന്നിട്ട് കാര്യമില്ല. അകലിച്ചിരി ദുഃഖഭാരം കൂടിയേ ഉള്ളൂ. ചേട്ടന് വേറെ പെണ്ണിനെയും നോക്കിക്കോ, അല്ലെങ്കിൽ കാത്തിരിപ്പ് മാത്രമേ ഉണ്ടാവൂ. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇനി പെട്ടെന്ന് പോയി ഒരാലോചന നടത്താൻ പറ്റിയ സാഹചര്യമാണോ അവിടെ? അഥവാ നടന്നാ തന്നെ എങ്ങനെ മുന്നോട്ട് പോകും? അവൾ അവിടുന്ന് പോന്നാ എങ്ങനെ ആ കുടുംബം പിന്നെ കഴിയും? ഇവിടെയാണല്ലോ വെച്ചത്. ഒരു സാധനം വെച്ചവിടെ കാണില്ല. പണ്ടാരടങ്ങാൻ. എന്റെ പേഴ്സ് എവിടെ? നിന്റെ പേഴ്സ് വെച്ചിരുന്നിട്ട് തന്നെ നോക്ക്. ഓർമ്മയില്ലാണ്ട് എവിടെയെങ്കിലും വെക്കും, എന്നിട്ട് മറ്റുള്ളവരോട് ചാടിക്കടിക്കും. ഞാൻ കുളിക്കാൻ പോകുമ്പോ ഇവിടെയാണ് വെച്ചത്. ഏട്ടൻ ഒന്നുകൂടി ഓർത്ത് നോക്കി എവിടെയാ വെച്ചെന്ന്. ആ ഇനി ഇവിടെ നിന്ന് ഓർമ്മകളും ബോധവും മൊത്തം പോകും. അത്രയ്ക്ക് ഗതികെട്ടവരാണ്. ആരുടെ ഗതികെട്ടവര്? ഞാനോ അതോ നമ്മുടെ അമ്മയോ? അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളുമായി ഇവിടെ കഴിയണ നിന്റെ ചേച്ചിയോ? എല്ലാം കണക്കാ. നരകം അവിടെ, നരകം. നിർത്തണ അതേ പ്രസംഗി. നിനക്ക് എന്ന് മുതലാണ് ഈ വീട് നരകമായി തുടങ്ങിയത്? 3 നേരം ഒരു പണി എടുക്കാണ്ട് മൂക്കറ്റ് തിന്നുമ്പോ നിനക്ക് നരകമായി തോന്നിയോ? നാണല്ലോ നിനക്കിത് പറയാൻ? ഇല്ല, എനിക്കില്ല. നാളെ നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, അത് മതി. ഇവിടുത്തെ കണ്ണീരും മറ്റുള്ളവരുടെ പരിഹാസം കേട്ട് ഞാൻ മടുത്തു. ഇനി എനിക്ക് വയ്യ. ഞാൻ ഇവിടുന്ന് പോവുക. എനിക്ക് എന്റെ അവകാശം കിട്ടണം, എന്റെ അച്ഛന്റെ സ്വത്തില്. മക്കളും ഇവിടെ നിൽക്കുന്നത് അവന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം. ചേച്ചി വിഷമിക്കണ്ട. ഈ അകലയുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ ചേച്ചി മക്കളെ ഞാൻ നോക്കും.